ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് കേട്ടോ. ചായയൊക്കെ വെച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചൂടാണെങ്കിലും ചായ കുടിച്ചില്ലെങ്കിൽ അത്ര ഉഷാറുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അങ്ങനെ ചായയൊക്കെ പോയി കുടിച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ടൊന്ന് മിറ്റം അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിറ്റമൊക്കെ അടിച്ച് അപ്പോൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ പാഞ്ച് പോകുന്നത് കണ്ടോ. പാഞ്ചുവിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ അവിടെ, എന്നാലും അവളിങ്ങനെ പോയും വന്നിട്ടും അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ മിറ്റമൊക്കെ അടിച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഉള്ളിയും തക്കാളി അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ പറഞ്ഞിട്ട് നന്നാക്കി എടുക്കണം കേട്ടോ. ഒരു വലിയ ഉള്ളി അതുപോലെ ഒരു തക്കാളി അത് രണ്ടും ഞാൻ നന്നായി തന്നെ ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു കുഞ്ഞു പിടി, ഒരു കപ്പിലും താഴെയായിട്ട് കേട്ടോ, ഒരു കുഞ്ഞു പിടി മതി കേട്ടോ. അധികം പരിപ്പിൻ്റെ ആവശ്യമില്ല. അതൊന്നും എടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ പാല് തിളപ്പിക്കാൻ വെച്ചതായിരുന്നു, അടുപ്പിലല്ല കറണ്ട് അടുപ്പിൽ. അപ്പോഴേക്കും കറണ്ട് പോയപ്പോൾ അതിനെടുത്ത് പിന്നെ ഗ്യാസിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് തിളച്ചോട്ടെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഗ്യാസും കൂടെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴുകി വെച്ചതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി, ഒരു തക്കാളി, പിന്നെ അതുപോലെ എന്താ പറയുക നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതവിടെ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ, ഒരു 3-4 വിസിൽ അടിച്ച് വരട്ടെ കേട്ടോ. നന്നായി വെന്ത് ഉടഞ്ഞോട്ടെ കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് കുറച്ച് ചീര കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തണുപ്പിൽ ഈ ചൂട്ടത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല ഒരു തണുപ്പ് കിട്ടും നമ്മുടെ ശരീരത്തിന് കേട്ടോ. അപ്പോൾ ഇന്നും കുറച്ച് ചീര കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അതിനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ചീര കട്ടിങ് കഴിഞ്ഞു. പിന്നെ പാലൊക്കെ തിളച്ച് റെഡിയായപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമുക്കിനി കൂട്ടാൻ വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ മൺചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ ചൂടായതിന് ശേഷം ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു എന്ന് മാത്രം. ഡയറക്റ്റായി തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച അവസ്ഥയ്ക്ക് കടുക് വേണമെങ്കിൽ പൊട്ടിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ കടുകൊന്നും പൊട്ടിക്കാൻ നിന്നില്ല കേട്ടോ. ആ എണ്ണയിലേക്ക് ഞാൻ നമ്മുടെ ചീര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചീര ചേർത്ത് കൊടുത്തിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടും ചീര അങ്ങോട്ട് താന്ന് വരുന്നില്ല കേട്ടോ. അപ്പോഴാണ് നോക്കിയപ്പോഴും നമ്മുടെ ഗ്യാസ് തീർന്നിരിക്കുന്നു കേട്ടോ. ഞാൻ അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടും എന്താ ഈ ചീര അങ്ങോട്ട് താഴാത്ത പറഞ്ഞ് ഇളക്കിയപ്പോൾ അതേപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ശ്രദ്ധിച്ചപ്പോൾ ഗ്യാസ് തീർന്നു എന്ന് മനസ്സിലായത്. പിന്നെ അങ്ങനെ വേഗം തന്നെ ഗ്യാസൊക്കെ നമ്മൾ കുറ്റിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ അത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പച്ചച്ചീര കൂടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതും കുറച്ച് കിട്ടി കേട്ടോ നമുക്ക്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, പുതിയ കമ്പുകൾ മുളച്ച് വരും. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചീരയൊക്കെ നന്നായി തന്നെ അവിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെന്തു കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ട് നമ്മുടെ ചീരയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ വെന്ത് വന്നിരിക്കുന്നത്. ഉപ്പ് ചേർത്താൽ തന്നെ നമ്മുടെ ചീര പെട്ടെന്ന് വെള്ളം വരും കേട്ടോ നമ്മുടെ ചീരയിൽ നിന്ന്. അങ്ങനെ വെന്തിട്ടുള്ള ചീരയിലേക്ക് നമ്മൾ നന്നായി തന്നെ അടിച്ച് മാറ്റി വെച്ച് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു അരളംപരളന്നിരിക്കുന്ന കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ പരിപ്പും തക്കാളിയും നമ്മുടെ ചീരയും എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതെല്ലാം നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. എത്ര ദിവസം വെളിയിൽ വെച്ചാലും കേടേ വരില്ല കേട്ടോ. അത്രയും നല്ല നെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്നലെ കുറച്ച് കടലക്കറി വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നന്നായി തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പറഞ്ഞിട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചിരിക്കണം കേട്ടോ. ചൂടാക്കല്ല, നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിക്കുന്ന വെള്ളരിക്കയില്ലേ, അതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ
നമ്മുടെ പുതിനയൊക്കെ ഒന്ന് നമ്മൾ ഇലയൊക്കെ ഒന്ന് പിച്ചി ഒന്ന് കഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വെള്ളരിക്ക കൊണ്ട് ജ്യൂസ് അടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തു കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാണ്ടിരുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഇന്ന് ദിവസം നമ്മൾ 2 മണിക്ക് ഈ കുക്കുംബർ ജ്യൂസിൻ്റെ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ കണ്ടു നോക്കിക്കോളൂ കേട്ടോ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഒരു ലോങ് വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മളിത് കാണിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പേരയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. അത് വാങ്ങിക്കൊണ്ട് വരുമ്പോഴേക്കും തന്നെ നമുക്ക് പനിയും വയ്യായൊക്കെ ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് കഴിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നത്. നമ്മുടെ പേരയ്ക്കും നല്ല തണുപ്പാണ് കേട്ടോ. ഈ ചൂട്ടത്ത് ഇതുപോലുള്ള തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തണുപ്പാകും കേട്ടോ. അപ്പോൾ ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കുക്കുംബറൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും റോ ആയിട്ട് കഴിക്കുന്ന നല്ലത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ കഴിക്കും, ചിലപ്പോൾ കുട്ടികൾ കഴിച്ചു എന്ന് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് അടിച്ചെടുത്തത് കേട്ടോ. അതാവുമ്പോൾ നമ്മൾ തേനൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു മധുരത്തിൽ അവരത് കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ജ്യൂസിൽ നിന്ന് വെച്ചൊരു വ്യത്യാസമായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. കുക്കുംബർ ജ്യൂസിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പ്രാവശ്യം നമ്മളിങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നു കേട്ടോ. ആദ്യമൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, പിന്നെ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടാ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. അതിലും വലിയ സന്തോഷം എന്താ പറഞ്ഞാൽ കുക്കുംബർ ജ്യൂസ് നമ്മുടെ അശ്വിൻ കുടിച്ചു. അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ജ്യൂസൊന്നും അവൻ അധികം കുടിക്കില്ല, ഒന്നും ഇഷ്ടമല്ല പറയുന്ന ഒരാളാണ് കേട്ടോ. അവൻ കുടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ അവന് കുറച്ച് ജ്യൂസും അതുപോലെ കഴിക്കാനുള്ള ദോശയും കടലയും എല്ലാം നമ്മൾ കൊടുത്തു കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ അക്ഷയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ആൾക്ക് ചോറാക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്താണ് ചീര ഇങ്ങനെ വെച്ചിട്ടുണ്ട് കഴിക്കണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താണ് കേട്ടോ. അങ്ങനെ ചോറാക്കി ചോറിൻ്റെ മേലെ നമ്മൾ കറിയാക്കിയപ്പോൾ അങ്ങനെ കറി വേണ്ട, ഈ ചോറ് വേണ്ട എന്നായി കേട്ടോ അവന്. പിന്നെ ഞാനത് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ചോറ് പാത്രം എടുത്ത് വേറൊരു പാത്രത്തിൽ ചീര ആക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഇതിൽ മതി പറഞ്ഞു. പിന്നെ ഇതിൽ അതിൻ്റെ വെള്ളം പോയാലോ പറഞ്ഞിട്ട് വേറൊരു പാത്രത്തിലാണ് കേട്ടോ പിന്നെ നമ്മളാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളപ്രകാരമൊക്കെ നമ്മുടെ അശ്വിനെ റെഡിയാക്കി. അപ്പോഴേക്കും കണ്ടു നമ്മുടെ പൂച്ചക്കുട്ടികൾ നമ്മളവിടെ ഒരു ബെഡ്ഷീറ്റിൻ്റെ കവറ് വിരിച്ചു കൊടുത്താണ് കേട്ടോ. അതിൽ 3 നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തന്നാണ്. അങ്ങനെ ടാറ്റയൊക്കെ തന്ന് നമ്മുടെ അശ്വിൻ പോയി കേട്ടോ. അതിന് ശേഷം ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കണം കേട്ടോ. ഈ സമയത്ത് ചൂടായ കൊണ്ട് ഇങ്ങനെയുള്ള തണുപ്പുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ അത് റോ ആയിട്ട് കഴിക്കുന്നതാണ്. പക്ഷേ കുട്ടികൾ കഴിക്കാത്ത കാരണമാണ് കേട്ടോ ഞാനത് ജ്യൂസാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരയ്ക്കും അതുപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമ്മളത് കട്ട് ചെയ്യാൻ വയ്യ കാരണം അതിന് കുറച്ച് ടേസ്റ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയല്ല ഉപ്പും മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ കഴിക്കുമ്പം അതിലുള്ള പേരൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും അതുപോലെ നമ്മളെ റെസിപ്പികളും ജ്യൂസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുക്കുംബർ ജ്യൂസിൻ്റെ ഷോർട്സ് നമ്മൾ ഇന്നേ ദിവസം 2 മണിക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട്